ബിഗ് ബോസ് മലയാളം സീസൺ 7 പുതിയതായിട്ട് 2 പ്രോമോ പുറത്തു വന്നിട്ടുണ്ട്. നാളത്തെ വീക്കെൻഡ് എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോമോസ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ 7ന്റെ പണി ആയതുകൊണ്ട് ടോപ്പ് 7 ആയിരിക്കും എന്നുള്ളതാണ്. ഒരാളായിരിക്കും നാളെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുക. ഇന്നത്തെ എപ്പിസോഡിൽ അനുമോളെ ലാലേട്ടൻ സേവ് ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. നാളത്തെ എപ്പിസോഡില് ലാലേട്ടൻ ആദ്യം തന്നെ അക്ബറിനെ സേവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് അനീഷിനെ സേവ് ചെയ്യുന്നുണ്ട്, ഷാനവാസിനെയും സേവ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ആകെ 3 പേരേ ഉള്ളൂ, നെവിന്, അതേപോലെ നമ്മുടെ സാബുമാൻ, ആദില. ഇവരെ 3 പേരെയും വീടിന് പുറത്തേക്ക് വിടുന്നുണ്ട്. മെയിൻ ഗേറ്റ് തുറന്ന് 3 പേരും പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവരിൽ 2 പേര് തിരിച്ചു വരും, ഒരാൾ പുറത്താവും. ഇതാണ് നാളത്തെ എവിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രാമ, എവിക്ഷൻ ഡ്രാമയാണ്. അപ്പോൾ ഒരാള് ആരായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ 3 പേരെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റ് വൈസ് ആണെങ്കിലും ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അവിടെ നിൽക്കാൻ ഒട്ടും ഡിസേർവിംഗ് അല്ലാത്തൊരു കണ്ടസ്റ്റന്റ് തീർച്ചയായും സാബുമാൻ തന്നെയാണ്. സാബുമാനാണ് പുറത്താകുന്നത്. ഒട്ടും ഡിസേർവിംഗ് അല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. എന്തിനാണ് ബിഗ് ബോസിലേക്ക് കെട്ടി വന്നത് എന്ന് ചോദിക്കാൻ തോന്നുന്ന ലെവലിൽ, ഒരു നല്ല വശം പോലും എടുത്തു പറയാനില്ലാത്ത ലെവലിൽ ബോറ് ഗെയിം കാഴ്ചവെച്ചിട്ടാണ് സാബുമാൻ ഈ 91ാമത്തെ ദിവസം പുറത്താകുന്നത്. ഇത്ര ദിവസം എങ്ങനെ നിന്നു എന്നൊക്കെ എനിക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത്യാവശ്യം സപ്പോർട്ടോട് തന്നെയാണ് സാബുമാൻ നിന്നത്, പുറത്താകുന്നുണ്ട്. പിന്നെ നാളത്തെ എപ്പിസോഡിൽ ഞാൻ ശ്രദ്ധിച്ച വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, അത് കുറെ നേരം മുമ്പ് വന്ന പ്രൊമോയ്ക്കകത്ത് ആദില പറയുന്ന ഒരു കാര്യമാണ്. അക്ബർക്കാട് കൂടെ നിന്നിട്ടുള്ളവരൊക്കെ അങ്ങനെ പുറത്തായാണ് ശീലം, അപ്പോൾ ഞാനും മിക്കവാറും പുറത്താവും, ആ രീതിയിലേക്ക് ആദില സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നാളത്തെ എപ്പിസോഡിനകത്ത്. എന്തായാലും നെവിനാണെങ്കിലും ആദിലയാണെങ്കിലും അവര് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ. അവർക്ക് അങ്ങനെ ഇപ്പൊ പുറത്താവണം, നിങ്ങൾ ഇപ്പൊ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവര് ചിലപ്പോൾ പുറത്തേക്ക് പോയെന്നൊക്കെ ഇരിക്കും. ആ രീതിയിലുള്ള കണ്ടസ്റ്റൻസ് ആണ് 2 പേരും. പക്ഷെ ഈ സീസൺ ആക്കിയ 2 മുതലുകളാണെന്നും വേണമെങ്കിൽ പറയാം. ഒരു മുതൽക്കൂട്ടായിരുന്നു 2 പേരും. 2 പേരുടെയും കോണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ ഈ സീസണിന്റെ മുതൽക്കൂട്ടായിരുന്നു. ടോപ്പ് 7 ആണ് ഈ സീസണിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് 7ൽ നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ള 2 കണ്ടസ്റ്റൻസ് തന്നെയാണ്. ആദിലയാണെങ്കിലും നെവിനാണെങ്കിലും ഇവർ 2 പേരും മാത്രമേ സേവ് ആവാനായിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നാളത്തെ എപ്പിസോഡിനകത്ത് കാണുന്നത്. കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും വരാം.